ഗായ്സ്, ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ ക്രേപ്പ് മെറ്റീരിയൽ ആണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പം ഇത് കുറച്ചുണ്ട്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് 3 മീറ്റർ ആണ് വേണ്ടത്. ചെറിയ സ്ലീവ്സും പിന്നെ താഴെ ഫ്രില്ലൊക്കെ വരുന്നുണ്ട്. അപ്പം 3 മീറ്റർ ആണ് എടുക്കുന്നത്. ഇത് എലൈനർ കട്ടിംഗ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് 2 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ട് എലൈനർ കട്ട് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് ഫ്രില്ല് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം 2 മീറ്റർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയുന്ന പോലെയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം പറ്റുന്ന പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇതിന് 2 മീറ്റർ ലൈനിങ്ങും കൂടി എടുക്കുന്നുണ്ട്. ഈ സെയിം ക്രേപ്പ് തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2 മീറ്റർ ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്പൺ ഇല്ലാത്ത ഭാഗമാണ്. അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് പിന്നോത്തി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. 6 എടുക്കുന്നത്. ആം ഹോള് 6 തന്നെയാണ്. പിന്നെ നെക്ക് 2.25. ലെങ്ത് 4.25 എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതൊരു ബോക്സ് ആക്കി വരച്ചിട്ടുണ്ട്. പിന്നെ റൗണ്ട് നെക്കാണ് ഇതിൽ വരുന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന 31 ചെസ്റ്റ്. അപ്പം നമ്മൾ 31ന്റെ കൂടെ ഡിവൈഡ് ബൈ 4 ചെയ്യുക. എന്നിട്ട് 1.5 ചെയ്യുമ്പം 9.25 വരുന്നുണ്ട്. അപ്പം നമുക്ക് 9.25 ഇവിടെ മാർക്ക് ചെയ്യാം. 9.25 ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് 1.25 എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറിച്ച് ഓക്കെ. ഇനി നെക്സ്റ്റ് യോക്കിന്റെ വിഡ്ത്ത്, അതായത് നമ്മളിത് എലൈനറാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ 14 ലെങ്ത് എടുത്തിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്യും, എന്നിട്ടാണ് നമ്മളിവിടെ എലൈനർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ 14ന്റെ അവിടെ നമ്മുടെ വിഡ്ത്ത് വരുന്നത് 30 അപ്പം നമ്മൾ ഈ ഒരു അളവ് തന്നെയാണ് എടുക്കുന്നത്. 9.25 തന്നെയാണ് ഈ ഒരു യോക്കിൻ്റെ അവിടെ എടുക്കുന്നത് കേട്ടോ. ഡിവൈഡ് ബൈ 4 ചെയ്ത് 1.5 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ 9.25 തന്നെ നമ്മൾ എടുക്കുക. 9.5 എടുക്കാൻ വേണ്ടി വയറിൻ്റെ അവിടെയല്ലേ 9.5 എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പം നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഫുൾ ലെങ്ത് 39. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത് 42.5. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ യോക്ക് നമ്മളിവിടെ കട്ടിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ യോക്ക് 14 വരുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും പിന്നെ നമ്മുടെ താഴെ ജോയിൻ്റെ അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമ്മൾ 1 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 15 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രില്ല് നമ്മൾ താഴെ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രില്ലല്ലാതെയും ഈ യോക്കിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ ലെങ്ത്ത് 16. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു സീം അലവൻസ് 1 ഇട്ട് കൊടുക്കുന്നുണ്ട്, മേളിലും താഴെ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതും കഴിയുമ്പം നമുക്ക് 17 കിട്ടും. പിന്നെ അവിടെ ഫ്രില്ല് 9. അതിൻ്റെ കൂടെ നമ്മൾ അടി മടക്കി അടിക്കാനും പിന്നെ മേളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും അരയും കൂടി കൂട്ടിയിട്ട് 10 എടുക്കും. അപ്പോൾ ഇത് 3 കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 42.5 കിട്ടുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫുൾ ലെങ്ത്ത് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിവിടെ യോക്ക് എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മൾ ഫുള്ള് 14 എടുത്തിരിക്കുന്നത്. 15 എടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 15 എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 14 ആദ്യം എടുത്തത്. 15 എടുക്കാം. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. ഓക്കെ, 15 എടുത്തിട്ടുണ്ട് ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ ഈ ഫ്രില്ല് അല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ 16 വന്നിട്ടുള്ളത്. ഈ 16ന്റെ കൂടെ 1 ഇഞ്ച് നമ്മുടെ സീം അലവൻസും കൂടി ഇട്ട് 17. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഈ 15 അല്ല 15 ഈ 15 തന്നെ 15
15 16 നമ്മൾ എടുക്കാം. ഓക്കെ, അതായത് ഫ്രില്ല് അല്ലാത്ത ഭാഗം 16 അല്ല 17, സീം അലവൻസും കൂടി കൂട്ടി 17 17 ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, 17. അപ്പം നമുക്കിത് ഒരു എലൈനർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എടുക്കണം. ഇപ്പം ഇതിന് ടോട്ടൽ ലെങ്ത് വരുന്നത് 32. അപ്പം ഞാൻ ഇതിന് സൈഡിലേക്ക് എലൈനറിൻ്റെ ആ ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യോക്കിൻ്റെ ആ ഒരു അറ്റം മുതൽ നമ്മുടെ താഴേക്കുള്ള ആ ഒരു കംപ്ലീറ്റ് തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെറിയൊരു ലൂസും കൂടി ഇടുന്നുണ്ട്. ഞാൻ എടുത്തതിൽ നിന്ന് കുറച്ചും കൂടി ഒരു എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ചൊക്കെ മേളിലേക്ക് വരച്ചിട്ട് അവിടെ നിന്ന് ഒരു സ്ലോപ്പ് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സൈഡ് തൂങ്ങൽ കുറയും, അവിടെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡറും പിന്നെ ഈ ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള എലൈനർ ആ ഭാഗവും പിന്നെ നെക്ക് കട്ട് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ യോക്കിൻ്റെ ആ ഒരു ഭാഗവും കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ 15 വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ 17 വന്നിട്ടുണ്ട്. ഇവിടെ എലൈനർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നെക്കും കൂടി ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് ഫ്രണ്ട് ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഇവിടെ റൗണ്ട് ഷേപ്പാണ് വരുന്നത്. ഓക്കെ, ഇതും കട്ട് ചെയ്തു. ഇത് രണ്ടും മാറ്റിയിട്ട് ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 6 ആണ്. അതിൻ്റെ കൂടെ 1.5 കൂടി 7.5 ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് സ്ലീവിന് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ലെങ്ത് വരുന്നത് 7.5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മേളിൽ കുറച്ചൊരു പ്ലീറ്റ്സ്, ചെറിയ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 10 എടുക്കുന്നുണ്ട്. കറക്റ്റ് സ്ലീവ്സ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 3.5 ലെങ്ത് എടുക്കും. ഈ 3.5 ഈ മേളിലേക്ക് നമ്മളിങ്ങനെ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കും ഫസ്റ്റ്. എന്നിട്ട് ഏകദേശം ഇതിൻ്റെ ഒരു മിഡിലിൽ, അതായത് 11.5 പകുതി 5.5 എടുക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടിയും ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ താഴേക്കും ഇങ്ങനെ ഒരു കൊടുക്കും. നമ്മളിവിടെ ചെറിയൊരു ലൂസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 8 എടുത്തിട്ടുള്ളത്. എന്നിട്ട് 8ലേക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ സ്ലീവ് കട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഫ്രില്ലും കൂടി കട്ട് ചെയ്യാണ്ട്. അതിൻ്റെ ലെങ്ത് വരുന്നത് 10.5 അപ്പം 10.5ൻ്റെ കുറച്ച് ഫ്രില്ലും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഞാനിവിടെ 1 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രില്ല് കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. ഞാനിവിടെ ഒരു 3 മീറ്ററിൽ എങ്ങനെയാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ 1 മീറ്ററും കൂടി ഫ്രില്ലിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിടാം. ഞാനിവിടെ ഫ്രില്ല് കട്ട് ചെയ്യാണ്. 10.5 ഇഞ്ചാണ് ഫ്രില്ലിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുന്ന സമയത്ത് 10 ആണുള്ളത്. അപ്പോൾ ഞാൻ 10 ലെങ്ത്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫ്രില്ല് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രില്ലിനുള്ളത് 4 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് താഴേക്ക് ചെയ്തിട്ടുള്ളത്. യോക്ക് അത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ പ്ലീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ലൈനിങ് എലൈനർ ടൈപ്പ് അല്ല എടുത്തിരിക്കുന്നത്, പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബ്ലാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ ബ്ലാക്കാണ് താഴേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലൈനിങ് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ലൈനിങ് കുറച്ച് എടുത്തിട്ടുള്ളൂ, 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. പിന്നെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മുടെ ആ ഒരു എലൈനർ കഴിയുന്ന വരെയാണ് എടുത്തിട്ടുള്ളൂ, ഫ്രില്ലിനുള്ള എടുത്തിട്ടില്ല. അതായത് പ്ലീറ്റ്സ് ഇടാനുള്ള ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എലൈനറും പിന്നെ നമ്മുടെ യോക്കും നമ്മൾ അര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് അളന്നിട്ട് നമ്മുടെ ആ ഒരു യോക്കും നമ്മുടെ താഴ്ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം പോലെ തന്നെ ഫ്രണ്ടും ബാക്കും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സിബൊന്നും വെക്കുന്നില്ല. അപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്ററിൽ ബട്ടൺ വെക്കാനുള്ള ഒരു കട്ടിങ് പോലെ വരുന്നുണ്ടല്ലോ, അത് ചെയ്യാനാണ്. ഞാനിവിടെ നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ഞാൻ കട്ട് ചെയ്യുന്നില്ല, സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ക്ലോത്ത് ഫ്രണ്ട് ഭാഗമാണ്, അത് എടുത്തിട്ട് നമ്മളൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ നെക്കും ഷോൾഡറും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കുകൂടി നമ്മൾ ചോക്ക് വെച്ചിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്ക് മുതൽ താഴെ വരെ നമ്മൾ ഫുള്ളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിരിക്കണം ഈ ഒരു മാർക്കിങ് വരേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു കട്ടിങ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ആ ഒരു പീസ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ ഫ്രില്ല് വെച്ചിട്ടില്ല, ഇനി ലാസ്റ്റാണ് ഫ്രില്ല് വെക്കുക. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്ത് ഉള്ള ഒരു ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്ത് ഉള്ളതില്ലെങ്കിൽ നമുക്ക് പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ലെങ്ത്ത് ഉള്ള അത്രയും ലെങ്ത്ത് അല്ല, അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം, മേളിലും താഴെയും ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കാം. അപ്പം അത്രയും ലെങ്ത്തുള്ള 32 വന്നിട്ടുണ്ടായിരുന്നു എനിക്കപ്പോൾ ഞാനൊരു 35 ഇഞ്ചിൻ്റെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ബാക്കി ലെങ്ത്ത് വരുന്നത് 35 ആണ്. അപ്പോൾ അത്രയും ലെങ്ത്തുള്ള മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കില്ലെങ്കിൽ അത് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വള്ളിയൊക്കെ ചെയ്യുമല്ലോ, ആ രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ആ ഒരു മേളിൽ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് താഴെ വരെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കുത്തി തിരിച്ച് കൊടുക്കുക. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഇത് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാനിത് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും കട്ടിങ് ഒക്കെ ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്, പക്ഷെ ഞാനിത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് അതൊന്ന് കുത്തി തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്തിൽ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ ഒരു കട്ടിങ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഒരു കട്ടിങ് ഉണ്ടല്ലോ, അത് അകത്തേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ക്ലോത്തിൽ സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് പിന്നൊക്കെ കുത്തി കൊടുക്കാം. അപ്പോൾ മേളിൽ കുറച്ചൊന്ന് കഴുത്തിൻ്റെ മേളിലേക്ക് കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം, താഴെയും കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ആ ഒരു മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് ആദ്യം ഒന്ന് പിന്നു കുത്തി കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് വലുതാക്കിയിട്ട് കൊടുത്താൽ മതി, നമുക്കത് അഴിച്ച് കളയേണ്ടതാണ്. എന്നിട്ട് 2 സൈഡിലുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ കൂടെ നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, വൃത്തിക്ക് പതുക്കെ ചെയ്താൽ മതി. മേൾ മുതൽ താഴെ വരെ നോക്കി നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ഈ ക്ലോത്തിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, ആ ഒരു വള്ളീൻ്റെ 2 സൈഡ്, ആ 2 സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെറുതാക്കിയിട്ട് കൊടുത്ത് നോർമൽ സ്റ്റിച്ചിലിട്ടിട്ട് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വശത്തും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ വലിയ സ്റ്റിച്ചിട്ട് കൊടുത്തത് ഒന്ന് അഴിച്ചും കൂടി കളഞ്ഞേക്കാം, അപ്പം വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ അത്രയാണ് ഈ ഒരു കട്ടിങ് വരുന്നത്, ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അരയൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പ്ലേറ്റ്സ് ഇട്ടതും പിന്നെ നമ്മുടെ മേളിലേക്കുള്ള ലൈനിങ് ഉണ്ടല്ലോ, അതൊന്ന് അര നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും അകത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നെക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു കട്ടിങ് കൊടുത്ത് പിന്നെ നമ്മൾ നല്ല വശത്തേക്ക് വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ, ഷോൾഡറും യോക്കിൻ്റെ ആ ഒരു താഴെ വരെയും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ഇവിടെ ആ ഒരു നെക്കും പിന്നെ ആ ഒരു സൈഡ് യോക്കിൻ്റെ താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു അരയിലുള്ള ആ സീം അലവൻസ് നമുക്ക് പുറത്തേക്ക് കാണില്ല. ഇതുണ്ടോ, ഇതിൻ്റെ എല്ലാം ഉള്ളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു അരയിലുള്ള ആ ഒരു കട്ടിങ്ങോ ആ സ്റ്റിച്ചോ ഒന്നും കാണത്തില്ല, പുറത്തേക്ക് എല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സിബൊന്നും വെക്കുന്നില്ല. അപ്പം ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിബ് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സിബ് വെച്ചിട്ട് വേണം ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീവായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പഫ് സ്ലീവ് പോലെയാണ് ചെയ്യുന്നത്. കുറച്ച് 2-3 പ്ലേറ്റ്സ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള ചെറിയൊരു പഫ് സ്ലീവാണ്. പിന്നെ താഴെ ഞാനൊരു ചെറിയ എലാസ്റ്റിക്കും കൂടി
കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നോർമലായി ചെയ്ത സമയത്ത് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു നമ്മൾ ത്രെഡ് എലാസ്റ്റിക് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റത്തോട് ചെറുതായിട്ടൊന്ന് ത്രെഡ് എലാസ്റ്റിക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലി നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പ്ലീറ്റ്സ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൈക്ക്. പിന്നെ ഞാൻ നമ്മുടെ കൈൻ്റെ അറ്റത്ത് 4 ഇഞ്ച് മടക്കി അടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ത്രെഡ് എലാസ്റ്റിക് ഇട്ട് കൊടുത്തത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെസ്റ്റൊക്കെ എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അര വരെ അടിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ യോക്ക് വരെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ചെസ്റ്റും ഇടവണവും നമ്മുടെ വേസ്റ്റും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അരയിൽ 2 വള്ളിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ചില്ല, ഞാൻ കുറച്ച് വണ്ണത്തിലുള്ളൊരു വള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 4 ഇഞ്ചിൽ ആണ് വള്ളി എടുക്കുന്നത്. അപ്പോൾ 2 വള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വള്ളി നമ്മൾ നോർമലായിട്ട് കുത്തി തിരിച്ചെടുക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഡ്രസ്സിൽ ചെറിയൊരു പോക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കൈ അതിൻ്റെ മേളിൽ വെച്ചിട്ട് ആ ഒരു റൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൂസും പിന്നെ സീം അലവൻസും കൂടി ഇട്ടിട്ട് റൗണ്ടിലൊന്ന് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വലിപ്പമൊന്നും വേണ്ട, ഞാനിത് എടുത്തത് കുറച്ച് വലുതായിപ്പോയി, എന്നിട്ട് ഞാൻ കുറയ്ക്കുന്നുണ്ട്. അപ്പം ചെറുതായിട്ടൊരു ചെറിയൊരു ചെരിവ് വേണം. ആ ഒരു ചെരുവിൽ നമുക്ക് ആദ്യം ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു 6.5 ഇഞ്ചൊക്കെ മതി. ഞാനിവിടെ 7.5 എങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട, അത് ഭയങ്കര വലുതാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈ എൻ്റെ ഉള്ളിൽ കയറാൻ പാകത്തിന് അത്രയും വലിപ്പം മാത്രം എടുത്താൽ മതി. ഒരു 6.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5-6.5 ഇഞ്ചൊക്കെ മാത്രം മതി, ഒരുപാട് വേണ്ട. അപ്പോൾ അതൊന്ന് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പോക്കറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുന്ന ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലിപ്പവും അതിൻ്റെ ആ ഒരു ആഴമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ആ ഒരു പോക്കറ്റിന് ഇങ്ങനെ ഒരു ചെരിവ് വേണം, എന്നാലാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് 2 ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഈ പോക്കറ്റ് വെക്കുന്നത് മാത്രമായിട്ട് ചെയ്യാം. നമ്മുടെ യോക്കിൻ്റെ താഴേക്ക് നമ്മൾ 1.5 ഇഞ്ചിലായിരിക്കുമല്ലോ നമ്മുടെ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ടാവുക. അതിൻ്റെ താഴെ നിന്നാണ് ഇനി നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ നല്ല വശത്തേക്കാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വശത്തേക്ക് ആ ഒരു സ്ലോപ്പ് താഴേക്ക് വരുന്ന രീതിയിൽ പിന്നൂത്തി വെക്കുക. അതായത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. താഴേക്ക് വരുന്ന രീതിയിൽ ആദ്യം ഒന്ന് പിന്നൂത്തി വെക്കുക. മെയിൻ നല്ല വശത്തേക്കായിരിക്കണം ഇത് കുത്തുന്നത്, ഉള്ളിലേക്കായി പോകരുത്. അപ്പോൾ തിരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ കുത്തിയിട്ട് ബാക്ക് വശത്തും നമ്മൾ ഇതേ ഒരു രീതിയിൽ തന്നെ കുത്തി കൊടുക്കുക. ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ വെച്ചിട്ട് നോക്കിയാൽ മതി. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കുത്തിയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരിക. നമ്മുടെ നല്ല വശത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കട്ടിങ് ഒന്നും ഉണ്ടാവില്ല, വൃത്തിയായിട്ടായിരിക്കും കിട്ടുക. ചീത്ത വശത്തേക്കാണ് സീം അലവൻസ് ഒക്കെ വന്നിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു യോക്ക് നിർത്തിയിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ മുതൽ നമ്മുടെ താഴെ വരെ ഈ ഒരു പോക്കറ്റ് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ മേള് മുതൽ താഴേക്ക് റൗണ്ടിൽ 2 സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മേള് മുതൽ റൗണ്ടിൽ താഴെ ഈ ഒരു പോക്കറ്റ് എൻഡ് ചെയ്യുന്ന ഭാഗം വരെ നമുക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പോക്കറ്റിൻ്റെ താഴെ വരെ വന്നിട്ട് കുറച്ചൊരു 1 ഇഞ്ചിൽ താഴേക്കായിരിക്കണം നമ്മൾ നിർത്തേണ്ടത്. എന്നിട്ട് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ വന്നിട്ട് നിർത്തുക. പിന്നെ ഞാൻ ഈ പോക്കറ്റിൻ്റെ വലിപ്പം കുറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 7 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കുറച്ചും കൂടി കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ കൈൻ്റെ അനുസരിച്ച് നമുക്കത് കുറയ്ക്കാം. പിന്നെ ഞാനിവിടെ ലാസ്റ്റ് 6.5 എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു 6 മതി, അല്ലെങ്കിൽ ഒരു 5.5 മതി, ഒരുപാട് വേണ്ട. അപ്പം അതൊന്ന് കുറച്ചെടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇനി താഴേക്കുള്ള ആ ഒരു ജോയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ യോക്കിൻ്റെ താഴേക്ക് ഒരു 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചിൽ ആയിരിക്കണം നിർത്തേണ്ടത്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചുളിവും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാനിവിടെ വീഡിയോ കാണിക്കുന്നത് ആദ്യം നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ഫസ്റ്റ് മേള് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിട്ടിട്ട് ഫുള്ളായിട്ട് 2 സ്റ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഉള്ളിലേക്ക് മാറ്റി പിടിച്ചിട്ട് നമ്മുടെ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചുളിവ്
കാര്യങ്ങളൊന്നും വരാതെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ലൈനിങ്ങും കൂടി ചെയ്ത് കൊടുത്താൽ അവിടെ വൃത്തിയായിട്ട് കിട്ടും. പിന്നെ ലാസ്റ്റ് നമ്മൾ താഴെ ഒരു ഫ്രില്ലും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രില്ലിന് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രില്ലിൻ്റെ അറ്റവും കൂടി ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വരുന്നത്. പിന്നെ ലൈനിങ്ങിൻ്റെയും അറ്റം നമ്മളൊന്ന് മടക്കി അടിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഫ്രണ്ടിൽ ബട്ടണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ബട്ടൺ ഉണ്ടാക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ട്, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ടുള്ള ബട്ടൺ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇനി ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിൻ്റെയൊക്കെ മാക്സിമം വീഡിയോസ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.